ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതുപോലെ ഒരു കേടായ മരത്തിൽ എങ്ങനെ പച്ചപ്പ് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഇതുപോലത്തെ ഉണങ്ങിയ മരത്തിലൊക്കെ പച്ചപ്പ് സെറ്റ് ചെയ്യുന്ന AI വീഡിയോകളൊക്കെ ഇപ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ. അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം ഒരു പോട്ടിൽ മണ്ണ് നിറച്ച് ഇതുപോലെ മരം വെച്ച് കൊടുക്കണേ. ഇതിന് ഇതുപോലെ കേടായ മരമാണ് നല്ലത്. ഇനി നമുക്ക് ഇതിന് ചുറ്റും കല്ല് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചട്ടിയിൽ വളരുന്ന ഒരു മരത്തിൻ്റെ ലുക്ക് പോലെ ഉണ്ട്. ഇനി നമുക്ക് ഒരു കൊക്കഡാമ ഉണ്ടാക്കാം. അതിനായിട്ട് ഇതുപോലെ ഒന്ന് മണ്ണ് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന മണ്ണ് വേണം എടുക്കാൻ. ഇത് കണ്ടില്ലേ, ഇത് നല്ല പശപ്പുള്ള മണ്ണാണ്. അതുകൊണ്ട് നന്നായിട്ട് ഉരുണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ ഇഷ്ടമാണോ? നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ നമുക്കെന്നിട്ട് ഇതിനെ ഒന്ന് പിളർത്തിയെടുക്കണം. ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ കാണാൻ നല്ല പച്ചപ്പും ഭംഗിയൊക്കെ കാണാൻ നല്ല രസമായിരിക്കുമേ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ ചെടി വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുത്ത് പല ചെടികളും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് ഹാങ്ങിങ് ആക്കി ചെയ്യാൻ നല്ലതാണ്. ഇതുപോലെ കൊക്കഡാമയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ മണി പ്ലാന്റ് പോലുള്ള ചെടിയൊക്കെ വെച്ച് ഹാങ് ചെയ്യാനും നല്ലതാണ്. ഇനി നമുക്ക് ഇതിനെ രണ്ടിനെയും ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല പശപ്പുള്ള മണ്ണ് വേണം എടുക്കാൻ, എങ്കിൽ മാത്രമേ ഇതുപോലെ ഒട്ടിയിരിക്കത്തുള്ളേ. ഈ ചെടി കാട്ടിൽ വളരുന്ന ചെടിയാണെങ്കിലും ഇതുപോലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ചെടിയെ കുറിച്ച് ഏറെ തൈകൾ പറിച്ച് വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾ എന്തായാലും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പായൽ വെച്ച് സെറ്റാക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് പായൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുപോലത്തെ പായലൊക്കെ നമ്മുടെ വാർക്കയുടെയൊക്കെ മുകളിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ പായലിന് പിന്നെ ഒരു ക്ഷാമവും ഉണ്ടാവില്ലല്ലോ. ഇതുപോലെ പായൽ ഇങ്ങനെ കഷ്ണം കഷ്ണമായി എടുക്കണേ. ഞാനിതിവിടെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചെത്തി എടുത്തതാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. ഈ പായലിൻ്റെ പച്ചപ്പിൻ്റെ പച്ച കളറ് നല്ലൊരു കളറാണല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഈ പായൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യണം. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറയണേ. ഇതിൻ്റെ അവസാനത്തെ ലുക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇതിനെ മുഴുവൻ ചുറ്റും പായൽ വെച്ച് കൊടുക്കണം. ഇത് ഇങ്ങനെ പിടിക്കൽ കുറച്ച് പാടാണ്, എങ്കിലും കുഴപ്പമില്ലാതെ തന്നെ ഇതിൻ്റെ ചുറ്റും ഞാൻ പായൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഇതുപോലെ പായൽ ഒരു കയ്യിൽ പിടിച്ച് ഇത് ഓരോ പായലും വെച്ച് കുറച്ച് കുറച്ച് നീക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും പായൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പായൽ എന്തായാലും എല്ലാവരുടെ വീട്ടിലും ഈ മഴക്കാലത്ത് ഒരു ശല്യമായിക്കൊണ്ട് മാറിയിട്ടുണ്ടാകുമല്ലോ. എല്ലായിടത്തും ഇതുപോലത്തെ പായലുകളൊക്കെ പെട്ടെന്ന് പിടിച്ചു കയറുന്ന ഒരു സമയമാണല്ലോ ഇത്. ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഒരു ത്രെഡ് വെച്ച് ഇതൊന്ന് ചുറ്റി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ പായൽ ഇത് പിടിച്ച് നിൽക്കത്തുള്ളൂ. അതിനാണ് ഇതുപോലെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിക്കൊടുത്തത്. അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ് ഇത് പിന്നെയും ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാൻ. അതുകൊണ്ട് പിന്നെയും ഇതിലോട്ട് പായൽ ഇനി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ബോൾ ആകൃതിയിൽ പായൽ വരണം. അതുപോലെ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ.
നല്ല ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്നുണ്ട്. ഇത് മുഴുവനായിട്ടും ഈ കൊക്കഡാമ ചെയ്തെടുത്തപ്പോഴേ ഇത് കണ്ടില്ലേ, എന്തു ഭംഗിയാണ് കാണാനല്ലേ. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈ പായലിൻ്റെ ഭംഗി നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ കാണാൻ. പറമ്പിൽ വളരുന്ന ചെടിയാണെന്ന് ഇപ്പോൾ തോന്നുകയേ ഇല്ലേ. നല്ല ഭംഗി തോന്നിയേ. നമുക്ക് ഇനി ഇതിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മരത്തിലോട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ മരത്തിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഈ നടുഭാഗത്ത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തന്നെ മരത്തിൻ്റെ ലുക്കൊന്ന് മാറിയിട്ടുണ്ട്. ഇതുപോലെ പല AI വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. അന്നപ്പോൾ ഞാൻ ചെയ്യണം എന്നോർത്തതാണ്. ഇനി നമുക്ക് മരത്തിൽ കുറച്ച് പായലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണേ. പായലൊക്കെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് പായലിനെ നമുക്ക് മരത്തിൻ്റെ സൈഡിലും ഇടയിലുമൊക്കെ ആയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ അവസാന ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നുവേ. നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല ഒരു ലുക്ക് ആ മരത്തിന് വരുന്നുണ്ട്. ഇതുപോലെ ചെയ്യുന്നവർ ഈ മരം ഉണങ്ങിയ മരത്തിൻ്റെ മുകളിൽ പെയിൻ്റൊക്കെ അടിച്ച് ചെയ്യാറുണ്ട്. അതാകുമ്പോൾ കുറച്ച് ഏറെ കാലത്തേക്ക് ആ മരം നിൽക്കുവേ. ഞാനിപ്പം ജസ്റ്റ് ഇങ്ങനൊന്ന് ചെയ്തു നോക്കിയതാണ്. പക്ഷെ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നിയേ. കാരണം നല്ല ലുക്ക് ഉണ്ടായിരുന്നേ. ഈ പായലിലൊന്നും മരത്തിൽ വെച്ചാലും വലിയ കേടുപാടുകളൊന്നും സംഭവിക്കുകയില്ലേ. കാരണം നമ്മൾ മരത്തിൽ കണ്ടിട്ടില്ലേ പായലൊക്കെ പറ്റി പിടിച്ച് വളരുന്നത്. അതുകൊണ്ട് പായലിനെ മണ്ണില്ലാതെ തന്നെ മരത്തിൽ പടർന്നു കയറുവേ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഷ്റൂംസ് വെച്ച് കൊടുക്കാം. ഞാനിത് ഒരു മരത്തിൽ നിന്നും പറിച്ചുകൊണ്ട് വന്നതാണ്, ചെറിയ ചെറിയ മഷ്റൂംസ്. ഇതൊന്നും വേണമെന്നില്ല. ഇതൊക്കെ വെക്കുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ആ മഷ്റൂം നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗി തോന്നിയിട്ടില്ലേ. ഇനി നമുക്ക് ഈ പോട്ടിൻ്റെ ഉള്ളിലോട്ട് കുറച്ച് പച്ചപ്പ് നിറയ്ക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് പായലുകൾ അതിൻ്റെ അടിയിലോട്ടും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതിൻ്റെ ഫൈനൽ ഫിനിഷിങ് കാണാൻ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെയൊക്കെ ഉണങ്ങിയ മരങ്ങളൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ ഗാർഡനിൽ നല്ല ഒരു ലുക്ക് കിട്ടുവേ. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ഈ മരത്തിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഉറപ്പായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായാൽ ഒരു ഹാർട്ടിൻ്റെ ചിഹ്നമെങ്കിലും ഇടണേ. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.